ഹലോ എവരി വൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അറ്റ്മോസ്ഫിയർ ആണ്. എൻവയോൺമെൻറ്റിൻ്റെ 3 കൺസെപ്റ്റ് അല്ലെങ്കിൽ 3 സെഗ്മെൻറ്റിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഹൈഡ്രോസ്ഫിയർ ഉണ്ട്, ലിത്തോസ്ഫിയർ ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ ഘടന എങ്ങനെയാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ് വെർട്ടിക്കലി അപ് ടു സെവറൽ 1000 കിലോമീറ്റേഴ്സ് ഇൻ സ്പേസ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം തൊട്ട് മുകളിലോട്ട് 1000 കിലോമീറ്റേഴ്സാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് നോ ബൗണ്ടറി വിത്ത് ഔട്ടർ സ്പേസ്. ഔട്ടർ സ്പേസിൽ ഒരു ബൗണ്ടറി ഒന്നുമില്ല, അല്ലെങ്കിൽ ഇത്ര ഏരിയ ആണെന്നൊന്നുമില്ല. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 കിലോമീറ്റേഴ്സ്, നമ്മുടെ എർത്ത് സർഫേസിൽ നിന്ന് 1000 കിലോമീറ്റേഴ്സ് മുകളിലോട്ടാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയാണ് മെയിനായിട്ടുള്ള വേരിയസ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, മോയ്സ്ചർ, ലൈറ്റ് എക്സെട്ര. അത് അറ്റ്മോസ്ഫിയറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിലോട്ട് പോകും തോറും ഈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രഷറും ഒക്കെ എന്ത് ചെയ്തിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലേയേഴ്സ് ദാറ്റ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് ഹാപ്പൻ വിത്ത് ഇൻക്രീസിങ് ആൾട്ടിറ്റ്യൂഡ്. അതായത് ഉയരം കൂടുന്തോറും ഈ ടെമ്പറേച്ചറിൻ്റെയും ലൈറ്റിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ സ്വഭാവത്തിൽ ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഓരോ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ ഓരോ പാളികളുണ്ട്. അതിനനുസരിച്ച് ഇതിൻ്റെ ഈ പ്രഷറിൻ്റെയും അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെയൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ. ഒന്നാമതാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞത്. അതായത് നമ്മുടെ എർത്ത് സർഫേസിൻ്റെ ഫസ്റ്റ് കാണുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. സെക്കൻഡ് വൺ സ്ട്രാറ്റോസ്ഫിയർ ആണ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ മെസോസ്ഫിയർ. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയർ. ആൻഡ് ലാസ്റ്റ് വൺ ഏറ്റവും മുകളിലായിട്ടാണ് എന്ന് പറയുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം ട്രോപ്പോസ്ഫിയർ. ഓക്കെ, ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 11 കിലോമീറ്റേഴ്സ് ആണ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ എക്സ്റ്റെൻഡ് അപ് ടു ആൻ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് 11 കിലോമീറ്റേഴ്സ് ഫ്രം ദ എർത്ത് സർഫേസ്. എർത്ത് സർഫേസിൽ നിന്നും 11 കിലോമീറ്റർ മുകളിലാണ് ഏതെന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ. അതുവരെയാണ് ട്രോപ്പോസ്ഫിയർ. ദിസ് ഈസ് ദ ഡെൻസറ്റ് ഏരിയ വിച്ച് കണ്ടെയ്ൻസ് അബൌട്ട് 75% ഓഫ് ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് മാസ്. ഇതാണ് ഏറ്റവും ഒരു ജീവജാലങ്ങളും ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഈ ട്രോപ്പോസ്ഫിയർ ആണ്. ഫോർമേഷൻ ഓഫ് ക്ലൗഡ്, അതുപോലെ സ്റ്റോംസ് ഒക്കർ ഇൻ ദിസ് റീജിയൻ. മേഘങ്ങൾ ഉണ്ടാകുന്നത്, കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നതും ഒക്കെ ഈ റീജിയനിലാണ്. മനസ്സിലായല്ലോ? ദ ബേസ് ഓഫ് ദിസ് ലെയർ ഈസ് വാർമർ ദാൻ ഇറ്റ്സ് ടോപ്പ് ബിക്കോസ് ദ എയർ ഈസ് ഹീറ്റഡ് ബൈ ദ സർഫേസ് ഓഫ് ദ എർത്ത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ദ ബേസ് ഓഫ് ദിസ് ലെയർ ഈസ് വാർമർ ദാൻ ഇറ്റ്സ് ടോപ്പ്. അതായത് ടോപ്പിനേക്കാളും എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ടോപ്പിൽ ചൂട് കുറവായിരിക്കും, താഴെയായിരിക്കും ചൂട് കൂടുതൽ. ബിക്കോസ് ദ എയർ ഈസ് ഹീറ്റഡ് ബൈ ദ സർഫേസ് ഓഫ് ദ എർത്ത്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് ഭൂമിയിലാണ് പതിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഭൂമിയിൽ വെച്ചാണ് പതിക്കുന്നത്, അന്തരീക്ഷത്തിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്താണ്? വാർമർ ദാൻ ദ ഇറ്റ്സ് ടോപ്പ് ബിക്കോസ് ദ എയർ ഈസ് ഹീറ്റഡ്. ദ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോപ്പിനേക്കാളും വാർമറായിരിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ് രണ്ടാമത്തെ പാളി. അതായത് ട്രോപ്പോസ്ഫിയറിന് മുകളിലാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ ലൈസ് എബൌട്ട് ദ ട്രോപ്പോസ്ഫിയർ ആൻഡ് എക്സ്റ്റെൻഡ് അപ് ടു ആൻ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് 50 കിലോമീറ്റേഴ്സ്. കണ്ടോ, ഈ ഒരു ഇത് കാണിക്കുന്നുണ്ട്. 50 കിലോമീറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്താണ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ദ മെയിൻ ആക്ടിവിറ്റി ഇൻ ദിസ് സോൺ ഈസ് അബ്സോർപ്ഷൻ ഓഫ് അൾട്രാ വയലറ്റ് റേസ്. ഓരോ ഏരിയയിലും ഓരോ പ്രക്രിയയാണ് നടക്കുന്നത്. അൾട്രാ വയലറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഓസോൺ പാളികളെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രശ്നബാധമായ കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ആ ഓസോൺ ലെയർ ഉള്ളത് ഏത് ഏരിയയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സും അതുപോലെ തന്നെ സ്റ്റോംസും ഒക്കെ അവിടെയാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 11 കിലോമീറ്റർ ആണ്. അതിൻ്റെ മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റേഴ്സാണ്. പിന്നെ അവിടെ ഏതാണ് മെയിനായിട്ടുള്ളത്? ഓസോൺ ലെയർ ഉള്ളതും ഈ രണ്ടാമത്തെ ഏരിയയിലാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെസോസ്ഫിയർ. മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് മെസോസ്ഫിയർ എന്ന് വെച്ചാൽ 87 കിലോമീറ്റേഴ്സ് ഫ്രം സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും
87 കിലോമീറ്റേഴ്സ് മുകളിലാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് മീറ്ററോയിഡ്സും ആൻഡ് ദെയർ ഇൻ്റഗ്രേഷനും, അതായത് ഈ മിന്നലുകൾ ഉണ്ടാകുന്നതും ഉരസലുകൾ ഉണ്ടാകുന്നതും ഉൽക്കാശില അങ്ങനെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉരസലുകളും മിന്നലുകളും ഒക്കെ ഉണ്ടാകുന്നത് ഏതിലാണ്? ഈ മെസോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ? ആസ് ദ മെസോസ്ഫിയർ എക്സ്റ്റെൻഡ് അപ്വേർഡ് എബോവ് ദ സ്ട്രാറ്റോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ മെസോസ്ഫിയറിലാണ് ഏതുണ്ടാകുന്നത്? ഇൻ്റഗ്രേഷൻ, ഡിസിൻ്റഗ്രേഷൻ ഓഫ് മീറ്ററോയിഡ്സ് ഒക്കെ നടക്കുന്നത് ഏതിലാണ്? നമ്മുടെ ഈ മെസോസ്ഫിയറിലാണ്. 4 എന്ന് പറയുന്നത് എന്താണ്? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ എക്സ്റ്റെൻഡ് അപ് ടു ആൻ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് 500 കിലോമീറ്റേഴ്സ്. ദ മെയിൻ ആക്ടിവിറ്റി ഇൻ ദിസ് റീജിയൻ ഈസ് ദ ഹൈ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. അതായത് ഈ തന്മാത്രകളുടെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ നടക്കുന്ന ഇവിടെയാണ്. ദ തെർമോസ്ഫിയർ ഈസ് വെരി സെൻസിറ്റീവ് ടു സോളാർ ആക്ടിവിറ്റി, ക്യാൻ ഹീപ്പ് അപ് ടു 1500 സെൻറ്റിഗ്രേഡ് ഓർ ഹയർ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ് എന്ന് പറയുന്നത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈ തെർമോസ്ഫിയറിലാണ് ഏറ്റവും ഗതികോർജ്ജം കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ താപനില, ഈ തെർമോസ്ഫിയറിൻ്റെ താപനില എന്ന് പറയുന്നത് 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഭയങ്കരമായിട്ട് എരിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ഭയങ്കര താപനിലയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ തെർമോസ്ഫിയറിൻ്റെ വേറൊരു പേരാണ് അയണോസ്ഫിയർ എന്ന് പറയും. ഈ മേഖലയുടെ വേറൊരു പേരാണ് അയണോസ്ഫിയർ. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ വാതകങ്ങൾ നിൽക്കുന്നത് ആറ്റമായിട്ടല്ല, അയണായിട്ടാണ്. അതായത് ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഏരിയയാണ്, ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അതായത് ഇതിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത്, താപനില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എക്സോസ്ഫിയർ ആണ്. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ. അതായത് ഈ സൂര്യനെയും നമ്മുടെ തെർമോസ്ഫിയർ അല്ലെങ്കിൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ എക്സോസ്ഫിയറിൽ മെയിനായിട്ട് കാര്യങ്ങളൊന്നും നടക്കാറില്ല. എക്സോസ്ഫിയറിൽ മെയിനായിട്ട് നടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വാതകങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലുള്ള വാതകങ്ങൾ സ്പേസിലോട്ട് പോകുന്നത്, എസ്കേപ്പ് ഇൻ ടു സ്പേസ്, വെയർ ആറ്റം ആൻഡ് മോളിക്യൂൾസ് എസ്കേപ്പ് ഇൻ ടു സ്പേസ്. നോക്കിക്കേ, ആറ്റവും മോളിക്യൂൾസും ഒക്കെ സ്പേസിലോട്ട് പോകുന്ന ഏരിയയാണ് എന്ന് പറയുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് 5 അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ഒന്ന് പറഞ്ഞത് ഈ പിക്ചർ നോക്കാൻ മനസ്സിലാവും. ട്രോപ്പോസ്ഫിയർ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് എർത്ത് സർഫേസ്, ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സും അതുപോലെ തന്നെ സ്റ്റോംസും ഒക്കെ ഇവിടെയാണ്. 11 കിലോമീറ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ആക്ടിവിറ്റി അൾട്രാ വയലറ്റ് റേഡിയേഷൻ, അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നതാണ് ഇവിടെ ഓസോൺ പാളിയുള്ളത്. ഓക്കെ. 50 കിലോമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെസോസ്ഫിയർ ആണ്. മെസോസ്ഫിയറിൽ മെയിനായിട്ട് നടക്കുന്ന എന്താണ്? മീറ്ററോയിഡ്സും അതിൻ്റെ ഡിസിൻറ്റഗ്രേഷനുമാണ്. അതിൻ്റെ കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ് ടു 87 കിലോമീറ്റേഴ്സ് ആണ്. ദെൻ അത് കഴിഞ്ഞ് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയണോസ്ഫിയർ നമ്മൾ പറയും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനർജി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താപനില കൂടുതലുള്ള ഒരു ഏരിയയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൻ്റെ ലാസ്റ്റ് വേണമെന്നാണ് എക്സോസ്ഫിയർ. അത് കഴിഞ്ഞ് സ്പേസ് ആണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ എർത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ സ്പേസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കാണ് എന്ന് പറയുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. വാതകങ്ങളും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഈ എക്സോസ്ഫിയറിൽ നിന്നാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഹൈഡ്രോസ്ഫിയർ. ഓക്കെ. നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ 3 മേഖലകൾ, 3 സ്ട്രക്ചറിൽ പറഞ്ഞ ഒന്നെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ആണ്, രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോസ്ഫിയർ ആണ്. ഓക്കെ. ഈ ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ തന്നെയുണ്ട് ഹൈഡ്രോ, വിച്ച് മീൻസ് എന്താണ്? കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രോ, ദാറ്റ് ഈസ് വാട്ടർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ മണ്ഡലം. അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നതാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ടർ റിലേറ്റഡ് റീജിയൻസ് സച്ച് ആസ് റിവേഴ്സ്, സ്ട്രീംസ്, ലേക്സ്, റിസർവോയർ, സീ, ഓഷൻ, ഗ്ലേസിയേഴ്സ്, പോളാർ ഐസ് എക്സെട്ര. അതായത് നമ്മുടെ എല്ലാ ജലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നതാണ് എന്ന് പറയുന്നത് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രത്തോളം വെള്ളം ഉണ്ടെങ്കിലും നോക്കിക്കേ, എഫക്റ്റീവ്ലി ഓൺലി ലെസ് ദാൻ 1% വാട്ടർ ഈസ് അവൈലബിൾ ആസ് ഫ്രഷ് വാട്ടർ വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഈ ഗ്ലാസിയേഴ്സും അതും ഇതും ഓഷനും സീയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് 1% വെള്ളം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഉപയോഗിക്കാനായിട്ട് പറ്റൂ. ആ ഒരു മേഖലയാണ് എന്ന് പറയുന്ന ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്ന വിച്ച്
വിച്ച് കൺസിസ്റ്റ് ഓഫ് വാട്ടർ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അതുപോലെ ഏതാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് കോണ്ടിനെൻസും അതുപോലെ തന്നെ പാറകളുടെ ഒരു ഏരിയ, കോണ്ടിനെൻ്റ് റീജിയൻ, തിന്നസ്റ്റ് ഇൻ ദ ഓഷൻ ബാസിൻ, ഇതൊക്കെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിത്തോസ്ഫിയർ. ദ അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് സോയിൽ ഓൺ എർത്ത് ക്രസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീജിയൻ ഓഫ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻ ഏതാണ്? അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് സോയിൽ ഓൺ എർത്ത്, അതായത് ഭൂമിയിലെ മണ്ണും അതുപോലെ തന്നെ മലകളും ശിലകളും ഒക്കെ ഉള്ള ഏരിയയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിത്തോസ്ഫിയറിൽ മെയിനായിട്ട് നോക്കിക്കുക, ഇറ്റ് കണ്ടെയ്ൻസ് ഓർഗാനിക് മാറ്റർ ആസ് ദ സോഴ്സസ് ഓഫ് പ്രൊഡ്യൂസിങ് ഫുഡ് ഫോർ അനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. ഇവിടെ അനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഓർഗാനിക് കണ്ടൻറ്റുള്ള ഓർഗാനിക് മാറ്ററുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് നമ്മുടെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ. ആൾസോ മേജർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് ഡീകോമ്പോസിഷൻ ഓഫ് ഓർഗാനിക് വേസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എ ഹോസ്റ്റ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ സോയിൽ. അറിയാമല്ലോ, നമ്മുടെ എല്ലാ ഡീകോമ്പോസിഷനും ബയോളജിക്കൽ ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത് ഏതിലാണ്? ഈ ലിത്തോസ്ഫിയറിലാണ്. അപ്പോൾ ഇതാണ് നോക്കിക്കുക എൻവയോൺമെൻറ്റൽ സെഗ്മെൻറ്റ്. ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ മീൻസ് എന്താണ്? വാട്ടർ റിലേറ്റഡ് ഏരിയയാണ്. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവജാലങ്ങളുള്ള ഏരിയയാണ്. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? പാറകളും മണ്ണുകളും ശിലകളും ഒക്കെയുള്ള ഏരിയ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷം. ഓക്കെ. അപ്പോൾ ഇതെല്ലാവരും ഓർമ്മിച്ച് വയ്ക്കുക, ഇതെല്ലാവരും പഠിച്ച് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.